ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് മുതൽ നിരവധി തെറ്റായ സന്ദേശങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. എന്താണ് ഇവയുടെ സത്യാവസ്ഥയെന്ന് നോക്കാം. ഇതിൽ ചിലതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് പാകിസ്ഥാനിൽ പിടിയിലായതായി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത തെറ്റാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് പാകിസ്ഥാനിൽ പിടിയിലായി എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യയുടെ വൈദ്യുതി ഗ്രിഡിന്റെ 70% പ്രവർത്തനരഹിതമാക്കാൻ പാകിസ്ഥാൻ സൈബർ ആക്രമണം നടത്തിയെന്ന വ്യാജ വാർത്ത. വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ റാൻസംവെയർ സൈബർ ആക്രമണം നടത്തുമെന്നും ATM സേവനം 3 ദിവസത്തേക്ക് മുടങ്ങുമെന്നും യാതൊരു തരത്തിലുള്ള ഓൺലൈൻ ഇടപാടുകൾ നടത്തരുത് എന്നുമൊക്കെയാണ് വ്യാജ പ്രചാരണം. മറിച്ച് ATMകളിൽ ആവശ്യത്തിന് പണമുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സൈബർ ഭീഷണികളെ നേരിടാൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ബാങ്കുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന ട്രെയിൻ സർവീസുകൾ മുടങ്ങുമോ? രാജ്യത്തെ വിമാനത്താവളങ്ങൾ അടച്ചുവെന്നും ട്രെയിൻ സർവീസ് മുടങ്ങുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ ഇതിനകം വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിർത്തിയുമായി ചേർന്ന പ്രദേശത്തെ റെയിൽ വ്യോമപാതകൾ അടച്ചുവെന്നത് സത്യമാണ്. എന്നാൽ രാജ്യവ്യാപകമായി സർവീസുകൾക്ക് മുടക്കമില്ല. ഇന്ധന സ്റ്റോക്കിനെ സംബന്ധിച്ചാണ് അടുത്ത വ്യാജ വാർത്ത. ഇന്ത്യയുടെ ഇന്ധന പൈപ്പ് ലൈൻ പാകിസ്ഥാൻ ആക്രമിച്ചുവെന്നും അതിനാൽ ഇന്ധന സ്റ്റോക്ക് തീരുമെന്നുമാണ് മറ്റൊരു വാർത്ത. ഇത് തെറ്റാണെന്നും ആവശ്യത്തിന് ഇന്ധനം സ്റ്റോക്കുണ്ടെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോൺ ലൊക്കേഷൻ ഓഫ് ചെയ്യണോ? മൊബൈൽ ഫോണിലെ ലൊക്കേഷൻ സേവനങ്ങൾ ഉടൻ ഓഫാക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ നൽകിയെന്ന് വ്യാജ പ്രചാരണം. ജനസാന്ദ്രത കൂടിയ പ്രദേശം കണ്ടെത്തി പാകിസ്ഥാൻ ആക്രമിക്കുമെന്നും അതിനാൽ ലൊക്കേഷൻ ഓഫാക്കണമെന്നുമാണ് സന്ദേശത്തിലുള്ളത്. വിശ്വസിക്കേണ്ട, വ്യാജമാണ്. രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്ക് തീരുമെന്നാണ് അടുത്ത വ്യാജ വാർത്ത. ഇത്തരം സന്ദേശങ്ങളിൽ വീഴരുതെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്നത്. അവശ്യവസ്തുക്കളുടെ ക്ഷാമം രാജ്യത്തില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നതാണ് അടുത്ത വ്യാജ വാർത്ത. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മുകാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ മേഖലകളിൽ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ വിമാനങ്ങളെ യാതൊരു തരത്തിലും ആക്രമണം ബാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ ബ്രഹ്മോസ് സംവിധാനം പരാജയപ്പെട്ടു. ബ്രഹ്മോസ് മിസൈൽ ഘടകങ്ങൾ പരാജയമെന്ന് DRDO ശാസ്ത്രജ്ഞൻ AS കുമാർ ഒപ്പിട്ട ഒരു കത്ത് ഓൺലൈനിൽ പ്രചരിക്കുകയാണ്. എന്നാൽ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ AS കുമാർ എന്ന പേരിൽ ഒരു ശാസ്ത്രജ്ഞനേ ഇല്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ ബ്രഹ്മോസ് മിസൈൽ തകർത്തുവെന്നും വ്യാജ പ്രചാരണമുണ്ട്. ഇതുകൂടാതെ കത്തിച്ചാമ്പലാകുന്ന ഇന്ത്യൻ കെട്ടിടങ്ങൾ, ഇന്ത്യൻ വിമാനങ്ങൾ, പാകിസ്ഥാൻ തകർത്ത ഇന്ത്യൻ റഡാർ സംവിധാനം എന്നതുൾപ്പെടെ വ്യാജ വാർത്തകളുടെ പ്രളയമാണ് സോഷ്യൽ മീഡിയയിൽ. മിക്ക വ്യാജ വാർത്തകളുടെയും ഉത്ഭവം പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് PIB വ്യക്തമാക്കുന്നത്. വ്യാജ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കുമെന്നതിനാൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ PIB പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇതിനായി വാട്സാപ്പ് നമ്പറും ഇമെയിൽ ID യും PIB തന്നെ നൽകിയിട്ടുണ്ട്.